Good afternoon, my dear students. നമ്മളുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 മൊഡ്യൂൾ 4 54ാമത്തെ സെഷനിലാണ്. ഇനി 1-2 സെഷൻ കൂടെ കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കഴിയും. ഓക്കെ, പിന്നെ 2 ചാപ്റ്റേഴ്സും കൂടി ഉള്ള ഈ സബ്ജക്റ്റിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കൺസ്യൂമറിന് റീഡ്രസൽ, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് സെയിൽസിൽ വന്നു കഴിഞ്ഞാൽ റീഡ്രസൽ നടത്താനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ ആദ്യം ഡിസ്ട്രിക്ട് ഫോറം വന്നു, അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്റ്റേറ്റ് കമ്മീഷൻ, പിന്നെ നാഷണൽ കമ്മീഷൻ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് ഫോറത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് കമ്മീഷൻ രൂപീകരിക്കുന്നത്? അതിൽ ഈ സ്റ്റേറ്റ് കമ്മീഷൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോർട്ട് ജഡ്ജിയാണ്. അതുകൂടാതെ 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഒരു മെമ്പർ നിർബന്ധമായിട്ട് ഒരു ലേഡി ആയിരിക്കണം. ഈ 2 മെമ്പേഴ്സും എക്കണോമിക്സ്, ലോ, കോമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മളുടെ ബാക്കിയുള്ള അപ്പോയിൻമെൻറ്റ്സ് കൃത്യമായിട്ട് എത്ര പേരാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്റ്റേറ്റ് കമ്മീഷനുള്ള അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് കമ്മീഷന് വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ എടുത്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ജഡ്ജും, പിന്നെ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി, പിന്നെ നമ്മളുടെ കൺസ്യൂമർ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി, ഇവർ ഉൾപ്പെടുന്നതാണ് സ്റ്റേറ്റ് കമ്മീഷൻ. ഈ സ്റ്റേറ്റ് കമ്മീഷനാണ് നമ്മളുടെ സ്റ്റേറ്റ് കമ്മീഷനിലെ ഈ സെലക്ഷൻ കമ്മിറ്റിയാണ് നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനിലേക്കുള്ള എല്ലാ അപ്പോയിൻമെൻറ്റ്സും നടത്തുന്നത്. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനിൽ മെമ്പേഴ്സ്, അവർക്ക് 5 വർഷം ഈ ഒരു കമ്മീഷനിൽ വർക്ക് ചെയ്യാം. 5 വർഷം കഴിഞ്ഞാൽ അവർ റിലീവായി പോകേണ്ടതാണ്. അതുമാത്രമല്ല, ഏജ് ബാറും ഉണ്ട്. 67 വയസ്സിന് മുകളിൽ അവർക്ക് സ്റ്റേറ്റ് കമ്മീഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സോ ഏതാണ് ആദ്യം വരുന്നത്? ഒന്നില്ലെങ്കിൽ 65 വയസ്സ് തികയുകയോ അല്ലെങ്കിൽ 5 വർഷം തികയോ ചെയ്യുകയാണെങ്കിൽ ഏതാണ് ആദ്യം വരുന്നത് അതനുസരിച്ച് അവരവിടെ നിന്ന് റിലീവ് ആവണം. ഓക്കെ, നമ്മുടെ ഈ സ്റ്റേറ്റ് കമ്മീഷനിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ റെമ്യൂണറേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് പേ ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ട്രാവൽ അലവൻസ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ സ്റ്റേറ്റ് കമ്മീഷനുള്ള ഏതെങ്കിലും മെമ്പേഴ്സ് ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുമാത്രമല്ല, ഈ സ്റ്റേറ്റ് കമ്മീഷനിൽ നിന്ന് ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും റിസൈൻ ചെയ്ത് ഒരു റിട്ടേൺ റെസിഗ്നേഷൻ കൊടുത്തുകൊണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവാം. ഇനി ഈ സ്റ്റേറ്റ് കമ്മീഷൻ്റെ ഓഫീസ് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റി എവിടെയാണോ അവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് ഡേയ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന അതേ ഡേയ്സ് തന്നെയാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ സ്റ്റേറ്റ് കമ്മീഷന് ഒഫീഷ്യൽ സീലും എംബളവും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. പ്രസിഡൻറ്റ്, അതായത് നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയാണല്ലോ സ്റ്റേറ്റ് കമ്മീഷൻ്റെ പ്രസിഡൻറ്റ്, അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് കമ്മീഷൻ സിറ്റിംഗ് ഫോം ചെയ്യുക. ഇനി നമ്മളുടെ ഈ സ്റ്റേറ്റ് കമ്മീഷനിൽ ഏതെങ്കിലും മെമ്പർ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് നമ്മുടെ ബാക്കിയുള്ളവർ ചേർന്ന് ഒരു പ്രൊസീഡിങ് നടത്തിക്കഴിഞ്ഞാൽ അതിനെ വാലിഡായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് കമ്മീഷനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമനൻറ്റ് സ്റ്റാഫിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയായിരിക്കും അപ്പോയിൻ്റ് ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റേറ്റ് കമ്മീഷൻ്റെ ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഡിസ്ട്രിക്ട് ഫോറത്തിൽ നമുക്ക് കോമ്പൻസേഷൻ 20 ലക്ഷത്തിൽ കവിയാതെ വരുന്ന എല്ലാ കംപ്ലയിൻസും ഡിസ്ട്രിക്ട് ഫോറത്തിൽ എടുക്കുമെന്ന് പറഞ്ഞു.
20 ലക്ഷത്തിന് മുകളിൽ 1 കോടിക്ക് ഉള്ളിൽ വരുന്ന കോമ്പൻസേഷൻ വരാവുന്ന കംപ്ലയിൻസ് ആണ് സ്റ്റേറ്റ് കമ്മീഷനിൽ എടുക്കുന്നത്. പിന്നെ ഈ കംപ്ലയിൻസ് വരുമ്പോൾ അതിൻ്റെ ഒപ്പോസിങ് പാർട്ടി ആ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത് ആ സ്റ്റേറ്റിൽ റിസൈഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ ബിസിനസ് റൺ ചെയ്യണം. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്ട്രിക്ട് ഫോറത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഓർഡേഴ്സ് അപ്പീലായിട്ട് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനിൽ വരാം. ഇനി എങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മീഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിക്ട് ഫോറത്തിൽ കൊടുക്കുന്ന അതേ പ്രൊസീജിയറാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. ഇനി സ്റ്റേറ്റ് കമ്മീഷനിൽ ഒരു കംപ്ലയിൻറ്റ് വന്നത് അവർ ഓർഡറായി കൊടുത്തു, പക്ഷേ കൺസ്യൂമർ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് അതിന് അപ്പീലിന് പോവാം. അത് പിന്നീട് നാഷണൽ കമ്മീഷനിലായിരിക്കും പ്രൊസീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുള്ള ഓർഡർ കിട്ടിയ ഡേറ്റ് തൊട്ട് 30 ദിവസത്തിനുള്ളിലാണ് നാഷണൽ കമ്മീഷനിലേക്ക് അപ്പീൽ പോകേണ്ടത്. ഓക്കെ, ഓക്കെ, നമ്മുടെ ഡിസ്ട്രിക്ട് ഫോറത്തിൽ നമ്മൾ കൊടുത്ത കംപ്ലയിൻറ്റ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിസ്ട്രിക്ട് ഫോറത്തിൽ നിന്ന് കിട്ടിയ ഓർഡർ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം, അതിന് അപ്പീലായിട്ട് സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് പോവാം. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മീഷനിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൂൾ പ്രകാരമാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു അപ്പീൽ കൺസ്യൂമർക്ക് എന്ത് ചെയ്യാം, നേരിട്ടോ അല്ലെങ്കിൽ ആളുടെ ഓതറൈസ് ഏജൻറ്റ് മുഖാന്തരം നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് സ്റ്റേറ്റ് കമ്മീഷനിലേക്ക് അയക്കാം. ഈ അയക്കുന്ന അപ്പീൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ റിട്ടേൺ ഫോമായിട്ടോ അല്ലെങ്കിൽ ടൈപ്ഡ് ആയിട്ടോ അയക്കാം. അത് മാത്രമല്ല, അപ്പീൽ അയക്കുമ്പം അപ്പീലിൻ്റെ കൂടെ നമ്മളുടെ ഡിസ്ട്രിക്ട് ഫോറത്തിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡറിൻ്റെ സർട്ടിഫൈഡ് കോപ്പി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കണം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡിസ്ട്രിക്ട് ഫോറത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു അപ്പീൽ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് കമ്മീഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ അപ്പീൽ കൊടുക്കേണ്ടത്. സപ്പോസ് ആ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഡിലേ വന്നു എന്നുള്ളത് കാണിക്കാനുള്ള ഒരു അഫിഡാവിറ്റ് ആ അപ്പീലിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ അയക്കുന്ന അപ്പീൽ, സ്റ്റേറ്റ് കമ്മീഷൻ അയക്കുന്ന അപ്പീൽ 4 കോപ്പീസാണ് സ്റ്റേറ്റ് കമ്മീഷൻ അയക്കേണ്ടത്. ഇനി സ്റ്റേറ്റ് കമ്മീഷൻ ഈ അപ്പീൽ സ്വീകരിച്ച് ഹിയറിങ്ങിൻ്റെ ഡേറ്റ് ഇൻഫോം ചെയ്യുമ്പോൾ ആ ഡേറ്റിൽ കൺസ്യൂമറോ അല്ലെങ്കിൽ ആളുടെ ഏജൻറ്റോ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. അല്ലാത്ത പക്ഷം കമ്മീഷൻ എന്ത് ചെയ്യും, ആ അപ്പീലിനെ ഡിസ്മിസ് ചെയ്യും. നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനിൽ കൊടുക്കുന്ന അപ്പീൽ അത് ഹിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ കൺസ്യൂമറോ അല്ലെങ്കിൽ ആളുടെ ഏജൻറ്റോ അവിടെ ഉണ്ടാവണം. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ ആളുടെ ഏജൻ്റ് അടുത്തുനിന്ന് അവർ അഫക്റ്റ് ചെയ്ത കൺസ്യൂമറിൻ്റെ അടുത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ സ്റ്റേറ്റ് കമ്മീഷൻ ഒരു തീരുമാനം എടുക്കുള്ളൂ. ആ തീരുമാനം ഹിയറിംഗ് കഴിഞ്ഞ് 90 ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കും ഫോം ചെയ്യുക. പിന്നീട് ഈ സ്റ്റേറ്റ് കമ്മീഷൻ ഉണ്ടാക്കുന്ന ഓർഡർ അത് കൺസ്യൂമറിന് ഫ്രീ ഓഫ് ചാർജായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് സ്റ്റേറ്റ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നാഷണൽ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ കമ്മീഷൻ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതിലാദ്യം കമ്മീഷൻ ഫോം ചെയ്യുന്നതാണ്. നമ്മുടെ നാഷണൽ കമ്മീഷൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജാണ്. അവിടെ ആ പ്രസിഡൻ്റ് കൂടാതെ വേറെ 4 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിലൊരാൾ ലേഡി ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. ഈ 4 മെമ്പേഴ്സും ഈ പറയുന്ന പോലെ എക്കണോമിക്സ്, ലോ, കോമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫെയേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഉള്ള പ്രോബ്ലംസ് ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം. നമ്മളുടെ സുപ്രീം കോടതി ജഡ്ജിനെ പ്രസിഡൻ്റായിട്ട് നിയമിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. പിന്നെ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫെയേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്
ഇതിൻ്റെ ഒരു മെമ്പറായിരിക്കും. അതുകൂടാതെ സെക്രട്ടറി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫെയർസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആളും ഇതിൻ്റെ ഒരു മെമ്പറായിരിക്കും.